Hey, my dear chums, welcome to the sessions of the CA Intermediate, your paper number 1, Advanced Accounting. നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവംബർ 2023 ഓൾഡ് സിലബസിനകത്തുണ്ടായിരുന്ന AS1 റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഈ ക്വസ്റ്റ്യൻ എന്താണ് ഡീൽ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ പറയുന്നത് നിങ്ങൾ AS1 പരിധിയിൽ വെച്ചിട്ട് ഈ താഴെ പറയുന്ന സിറ്റുവേഷൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്താണ് അതിൻ്റെ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് കാര്യങ്ങൾ. യെസ്, നമുക്ക് ഇവിടെ ഒരു കമ്പനിയാണുള്ളത് എ ലിമിറ്റഡിന് ഒരു അക്കൗണ്ടൻ്റ് ഉണ്ട്. അക്കൗണ്ടൻ്റ് നമ്മുടെ ഒരു സ്യൂട്ട് കോർട്ടിൽ നടക്കുന്നുണ്ട്. ആ സ്യൂട്ടിനകത്ത് നമ്മൾ തോറ്റു പോകുമെന്ന് കരുതിയിട്ട് ആ എമൗണ്ടിനെ എടുത്ത് എന്ത് ചെയ്തു, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അങ്ങനെ നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതെടുത്ത് ഡിസ്ക്ലോസ് ചെയ്തു. യെസ്, ബട്ട് ദ റിയാലിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ലോസിങ് ദ സ്യൂട്ട് എന്ന് പറയുന്നത് 25% ഉള്ളൂ. എന്തായിരുന്നു റിക്വയർമെൻറ്റ്? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഫെയിൽ ആവുമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ 50% എബവ് ആണെങ്കിലായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊതുവേ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ സെക്കൻഡ് കേസിൽ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് സംഭവിക്കുന്നുണ്ട്. എന്തിൻ്റെ? നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറീസിൻ്റെ ഓരോ ഇയറിലും ചെയ്യുന്നുണ്ട്. അത് റവന്യൂ എക്സ്പെൻസിൻ്റെ നേച്ചറിലാണ്. അദ്ദേഹം പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് അതുണ്ടാവും, പിന്നെ നമ്മുടെ യൂസ്ഫുൾ ലൈഫ് കൂടും, പിന്നെ അതൊരു മേജർ കമ്പോണൻ്റ് ആണ്. തുടങ്ങിയ സിറ്റുവേഷൻസിലായിരിക്കും നമ്മൾ AS10 അനുസരിച്ച് എന്ത് ചെയ്യുന്നത്, പ്ലാന്റ് ആൻഡ് മെഷീനറിനെ അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. അതേ എന്നിട്ട് എന്ത് ചെയ്തു, ഈ കാര്യം എടുത്ത് ഡിസ്ക്ലോസും ചെയ്തു വെച്ചിട്ടുണ്ട്. ഗുഡ്. അടുത്തത് എ ലിമിറ്റഡ് സെയിം കാര്യം തന്നെ. അക്രൂവൽ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ആ കാര്യം കൂടെ എന്ത് ചെയ്തു, നമ്മൾ അങ്ങ് എടുത്ത് ഡിസ്ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് എ ലിമിറ്റഡിനെ സംബന്ധിച്ചോളം അവരുടെ സെയിൽസ് സംഭവിക്കുന്നുണ്ട്. സെയിൽ കഴിഞ്ഞിട്ട് ഈ വാറണ്ടി പീരീഡിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കുമല്ലോ. ആ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എന്ത് ചെയ്യുക, ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഇത്രയും നാൾ എന്ത് ചെയ്യുമായിരുന്നു, പ്രൊവിഷൻ ഇടുമായിരുന്നു. ഓക്കെ, ബട്ട് നമ്മൾ അങ്ങനെ നോക്കി വന്നപ്പം നമുക്ക് ഈ ഒരു വാറണ്ടി പീരീഡിൽ എന്ത് വരുന്നില്ല, എക്സ്പെൻസുകൾ അങ്ങനെ സംഭവിക്കുന്നില്ല. നമ്മുടെ ഈ 2%-നേക്കാട്ടിലും താഴെയാണ് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത്, എക്സ്പെൻസുകൾ സംഭവിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ P&L നമ്മൾ അനാവശ്യമായിട്ട് എക്സ്പെൻസിനെ ഇട്ട് നമ്മുടെ പ്രോഫിറ്റ് കുറയ്ക്കുകയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കമ്പനി തീരുമാനിച്ചു, ബോർഡ് തീരുമാനിച്ചു, ഇനി തൊട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, ഇത് എക്സ്പെൻസ് ആൻഡ് വെൻ ദേ ഒക്വർ, അത് എപ്പോഴാണോ സംഭവിക്കുന്നത് അന്നേരം നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അനാവശ്യമായിട്ട് എന്ത് ചെയ്യണ്ട, ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്ത് പോകണ്ട എന്ന് തീരുമാനിച്ചു. യെസ്, നമ്മുടെ ഈ വർഷത്തെ സെയിൽസ് എന്ന് പറയുന്നത് 50 crore ആണ്. യെസ്, ഇതിൻ്റെ 2% ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമൽ കേസ് ഇതുവരെയുള്ള കേസിൽ നമ്മൾ ചെയ്തിരുന്നത് 2% ആയിരുന്നു നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് പ്രൊവിഷൻ മേക്ക് ചെയ്തത്. ബട്ട് ഇനി തൊട്ട് അത് ഇല്ല. അപ്പോൾ നമുക്കിപ്പം ഈ വർഷം എത്ര രൂപ നമ്മൾ ഓൾഡ് കേസിലായിരുന്നെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് തന്നെ അത് 1 CR ആയിരുന്നു വരേണ്ടത്. റൈറ്റ്. അപ്പം ഇപ്രാവശ്യം ഈ എക്സ്പെൻസ് 1 CR നമ്മൾ കാണിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ P&L-നകത്തെ എക്സ്പെൻസ് സൈഡ് എന്ത് ചെയ്യും, കുറയും. റൈറ്റ്. യെസ്, അതല്ലേ വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, പ്രോഫിറ്റ് 1 CR കൂടും. യെസ്, മനസ്സിലായല്ലോ. അപ്പം ഇതാണ് സംഭവിക്കുന്നത് കാര്യങ്ങളും. ഓക്കെ, നമുക്ക് ആൻസറിനകത്തോട്ട് പോവുകയാണെങ്കിൽ ഒന്നാമത്തെ കേസിനകത്ത് എന്താണ്, സ്യൂട്ടിൻ്റെ കേസ്. അത് അവിടെ 25% ഉള്ളൂ. ബട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ആ സ്യൂട്ടിൽ നമ്മൾ ഫെയിലായി പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ആൻസറിലേക്ക് വരുവാണെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്, അതൊരു പ്രോബബിൾ ലോസ് അല്ല. സത്യത്തിൽ മോർ ദാൻ 50% അല്ല നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ പ്രോബബിലിറ്റി വരുന്നത്. ഓക്കെ, സോ നോ നീഡ് ടു ചാർജ്. അത് നമ്മുടെ P&L കാണിക്കേണ്ട കാര്യമില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഈ കഥ എന്ത് ചെയ്യേണ്ട, നിങ്ങൾക്ക് എക്സ്പെൻസ് ആക്കി കാണിച്ച് ഇങ്ങനെ ഒരു കഥ സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലി പോകുന്ന കാര്യം പോലെ പോവുക. ഓക്കെ, 50% വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രൊവിഷൻ ഉണ്ടാകും. ഇനി അടുത്തത് നമ്മൾ നേരത്തെ ഡീൽ ചെയ്ത നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസാണ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എടുത്ത് ക്യാപിറ്റലൈസ് ചെയ്ത് കാണിക്കുന്ന കാര്യം റവന്യൂ എക്സ്പെൻസ് ആയിട്ടാണെങ്കിൽ. യെസ്, ഇതെന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസ് ഓഫ് കപ്പാസിറ്റി ഓഫ് അസറ്റ് ഒന്നും ചെയ്യുന്നില്ല. ദെൻ the disclosure is not a method to correct the wrong treatment. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോളിസിയൊക്കെ സെലക്ട് ചെയ്ത് വാട്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്തോ, ബട്ട് നിങ്ങളൊരു വലിയ തെറ്റ് ചെയ്തു വെച്ചിട്ട് അതിനെ ഒരു കറക്റ്റീവ് മെത്തേഡായിട്ട് ഡിസ്ക്ലോഷർ കൊണ്ടുവരരുത് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെയ്ത കാര്യം എന്താണ്, ഇത് റോങ് ആണ്. റൈറ്റ്. യെസ്,
അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അക്രൂവൽ കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ഉണ്ട്, ഗ്യാക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗോയിങ് കൺസേൺ, അക്രൂവൽ ആൻഡ് കൺസിസ്റ്റൻസി, ഇത് മൂന്നും എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്താൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്താൽ മതി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത് ഒരു ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ ആണ്. നമ്മൾ പ്രോപ്പർലി അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട, ഡിസ്ക്ലോഷർ റിക്വയർമെൻ്റ് ഒന്നും ആവശ്യമില്ല, നോ. ഓക്കെ, എന്തെങ്കിലും ഡീവിയേഷൻ അല്ലെങ്കിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അത് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ഇൻ ദ കറണ്ട് സിറ്റുവേഷനകത്ത് കമ്പനി എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, നോട്ട് ഡിസ്ക്ലോസ് ദിസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അടുത്ത് നമ്മൾ പറഞ്ഞു മറ്റേ വാറണ്ടിയുടെ കാര്യം, 1 CR ഇഷ്യൂ നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യെസ്, ആ കേസിനകത്ത് എന്താണ് പറയുന്നത്, ഇതൊരു മെറ്റീരിയൽ എഫക്റ്റ് ഉള്ള കാര്യം തന്നെയാണ്. 50 കോടിയുടെ 1%, 2% ആണ്, 1 CR ആണ് വരുന്നത്. അപ്പം ഇതൊരു മെറ്റീരിയലി എഫക്റ്റ് ഇൻ ദ ലേറ്റർ പീരീഡുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക. എന്നിട്ട് ആ കാര്യം എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അതിനുണ്ടാകുന്ന എഫക്റ്റും നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക. ബട്ട് ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, 2% നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വാറണ്ടി പീരീഡിൻ്റെ മുകളിൽ പറഞ്ഞ അതേ ആ ഒരു കഥ തന്നെ. ബട്ട് നമ്മുടെ ആക്ച്വലി ഉണ്ടായിരുന്ന എക്സ്പെൻസ് എന്താണ്, വെരി ലെസ് ആണ് അല്ലേ. 2%-നേക്കാട്ടിലും താഴെയാണ് ഇപ്പം എക്സ്പെൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കമ്പനി എന്ത് ചെയ്തു, അത് എക്സ്പെൻസ് ഇൻകേർഡ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു ചേഞ്ച് കൊണ്ട് എന്ത് സംഭവിച്ചു, 1 CR എന്ത് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ നോക്കുവാണെങ്കിൽ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓൾഡ് പോളിസി നമ്മൾ കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിൽ 1 CR എന്ത് ചെയ്യായിരുന്നു, കുറഞ്ഞ് പ്രോഫിറ്റ് നിന്നേനെ. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, വിരിഞ്ചത്.